സോ ഈ സീരീസിലെ ലാസ്റ്റ് പോർഷനാണ് പാർട്ട് 4 ഗ്രാമർ. അപ്പോൾ അത് നമ്മൾ എൻഡ് ചെയ്യണത് വേ ഫ്രാഗൻ വെച്ചിട്ടാണ്. W ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്, കുറച്ച് ബൈ ഹാർട്ട് ചെയ്താൽ വളരെ സിമ്പിളാണ് പഠിച്ചെടുക്കാൻ. ഇനി വേർ, ഹൂ, ആര്, വോ, വേർ, എവിടെ. ഇനി ഇതിൽ എൻ്റെ സ്റ്റുഡൻസ് എപ്പോഴും കൺഫ്യൂഷൻ, മിസ്സേ ഈ വേറും വോയും എപ്പോഴും മാറി മാറി പോകുന്ന പറയും കേട്ടോ. സോ അതിനെ കണ്ടുപിടിച്ചൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേറ് നമ്മൊരു എച്ചും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വേറെ പോലെയല്ലേ. ഈ വോയോ ഒരു ഊഫ് പോലെ. അപ്പോൾ എപ്പോഴും ഓർക്കാം, ഈ വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ബോയായും, ഈ ഹൂ പറയണത് വേറും. കുറച്ചും കോംപ്ലിക്കേറ്റഡാ, ഒന്നുമില്ല, ജസ്റ്റ് വേറും പോയും തിരിച്ചു മറിച്ചും ചിന്തിക്കുക. വേറെ എഴുതുമ്പോൾ വേറെന്ന് വരും, പക്ഷെ അതിൻ്റെ മീനിങ്, അതിൻ്റെ ജർമ്മൻ വരുന്നത് വോ എന്നാവും. വോ ഹൂ ആയിട്ട് നമുക്ക് എടുക്കാം, പക്ഷെ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? വേറെ മീനിങ് ആയിരിക്കും. കുറച്ച് നമുക്ക് ഇതെന്തോ ഇത് പറയുന്നേ, ഒന്നുമില്ല, തിരിച്ചു മറിച്ചിടാം, സിമ്പിൾ. ഇനി വി, ഹൗ, വസ്, വാട്ട്, വറും, വൈ, വൻ, ബൻ, വെൻ. wie lange, how long, welche, which, von wann bis wann, from when till when, wie oft, how often, wie weit, how far, we feel, how much, we feel how many, woher. നമ്മൾ പഠിച്ചില്ലായിരുന്നു, woher comes to, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? woher. wohin, to where. wen, who. അപ്പോൾ മേളിൽ വേറുണ്ട് വേനുണ്ട്. വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്, വേന്ന് പറഞ്ഞാലോ ആരെ. ഓക്കെ, ആരാണിത്, ആരെ നീ വിളിക്കുന്നേ, അതാണ് വീം. ഹും, ആർക്ക്. ഇനി മിച്ച് വീം, ആരുടെ കൂടെ. ഓക്കെ, സോ ഇതാണ് ബേസിക് വേ ഫ്രാഗെ. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇത് വെച്ച് നമുക്ക് എന്തും ചോദ്യം ചോദിക്കാം. നമ്മൾ ഓൾറെഡി ഈ 4 സ്റ്റൈലും നമുക്ക് ഫ്രാഗൻ സ്റ്റൈലൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ചോദിക്കുന്നത് കൊണ്ടു നമ്മൾ ഹാർട്ട് പഠിച്ചു. ഇപ്പോൾ കുറച്ചെങ്കിലും മനസ്സിലായില്ല. ഇപ്പോൾ വോഹെർ കോംസ് ടു, വോഹെർ ഫ്രം വേർ. വെർബിൽ ഡു എന്ന് പറയുമ്പോൾ STH കോംസ്റ്റ്. ഇപ്പോൾ വോഹെർ കോംസ് ടു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വാവോ, ഇതിപ്പോൾ സുഖമാണ്. നമ്മൾ ജസ്റ്റ് ഒന്നും ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാകാൻ സുഖമല്ലേ, പറയാനും സുഖം, എഴുതാനും സുഖം. സോ ജർമ്മൻ സത്യം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞ സെയിം കാര്യം. സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഉത്സാഹിച്ച് അറിയാം പാടാന്ന്, പക്ഷെ ഇരുന്നൊന്ന് ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോർഷൻ്റെ ഒരു 5ാമത്തെ ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്ററൊക്കെ കഴിയുമ്പോൾ പതുക്കെ നമുക്ക് ജർമ്മൻ എന്തൊരു ഈസിയാണെന്ന് മനസ്സിലാവും. പക്ഷേ പറഞ്ഞ പോലെ A1 ആണ് ബേസിക്, A1 ആണ് ഫൗണ്ടേഷൻ. A1ൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ A2ഉം B1 B2 എല്ലാം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. സോ മാക്സിമം ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക. പാടാണ് അറിയാം, പക്ഷെ എന്നാലും ഒരു നോട്ടീസ് ബുക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ച് പഠിക്കുക. എല്ലാ ദിവസവും കുറച്ചെങ്കിലും, എല്ലാം പഠിക്കണമെന്നില്ല, കുറച്ചായിട്ട് നിങ്ങൾ സമയം എടുത്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മനി വരുമ്പോൾ അത് എത്ര യൂസായെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. സോ ഗൈസ്,
ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഡേ 1 നിർത്തുവാണ്. ഇനി അടുത്ത വീഡിയോസ് അതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യും. എഗൈൻ മനുഷ്യനാണ്, തെറ്റ് വരാം. തെറ്റുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. പിന്നെ ഇത് എനിക്ക് താഴെ ഞാനൊരു ക്വിസിൻ്റെ ലിങ്ക് ഇടാം, അത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അതിൽ മിസ്റ്റേക്സ് വരുവാണെങ്കിൽ, തെറ്റ് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസ് വന്നിടുക. ആൻഡ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സമയമെടുത്ത് കുറേ എന്താ പറയണേ, കുറേ നാളെ ഞാൻ ഒരു വർഷമൊക്കെ ഞാൻ ടീച്ചറൊക്കെ ആയിരുന്നു. സോ അത് മിസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പ്ലാറ്റ്ഫോം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് പഠിക്കാമല്ലോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. സോ താങ്ക് യു. ഇത് വെച്ച് ഞാൻ ഡേ 1 ഒഫീഷ്യലി തീർക്കുന്നു.